നമസ്കാരം. കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ പൊതുവേദിയിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് വാഹി. ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേലും യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് IRGCയുടെ മുതിർന്ന കമാൻഡറായ അഹമ്മദ് വാഹി പൊതുവേദികളിൽ നിന്നും അപ്രത്യക്ഷമായത്. ഫെബ്രുവരി 8 ശേഷം അദ്ദേഹം ഒരിടത്തും വന്നിരുന്നില്ല. യുദ്ധം രൂക്ഷമായതിനു പിന്നാലെ അഹമ്മദ് വാഹിയെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. അതിലൊന്നായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നത്. ഇറാന്റെ നിഴൽ ജനറൽ എന്നറിയപ്പെടുന്ന അഹമ്മദ് വാഹി മുൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയാണ് ടെഹ്റാനിലെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം മരിച്ചു എന്ന ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ഓൺലൈൻ പ്രചാരണങ്ങൾക്കും ഇതോടെ അറുതിയായി. നിലവിൽ IRGCയുടെ നേതൃത്വം വഹിക്കുന്ന വാഹി ഇറാന്റെ പ്രതിരോധ മേഖലയിൽ ഏറ്റവും ശക്തനായ വ്യക്തിയാണ്. ഖമേനിക്കു ശേഷമുള്ള ഇറാന്റെ പുതിയ അധികാര ഘടനയിൽ വാഹിദിക്കുള്ള നിർണായക സ്വാധീനം ഈ പുനഃപ്രവേശനം അടിവരയിടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന വിപുലമായ ശവസംസ്കാര ചടങ്ങുകളുടെ ക്രമീകരണങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെടുന്നുണ്ട്. വ്യാഴാഴ്ച നടന്ന ശവസംസ്കാര ആസൂത്രണ യോഗത്തിൽ വാഹിദി പങ്കെടുക്കുന്നതിന്റെയും പിന്നീട് നടന്ന സ്വകാര്യ ചടങ്ങിൽ ഖമേനിയുടെ മൃതദേഹത്തിനരികിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്റെയും ചിത്രങ്ങൾ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ഫെബ്രുവരി 8 ശേഷം ആദ്യമായാണ് വാഹിദി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. യുദ്ധസമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇറാന്റെ അധികാര ഘടനയിൽ പുതിയ ഒരാളല്ല വാഹിദി. IRGCയിലെ ദീർഘകാല കമാൻഡറായ അദ്ദേഹം എലൈറ്റ് ഹൂത്ത് ഫോഴ്സിന്റെ മുൻ തലവനായിരുന്നു. പ്രതിരോധ ആഭ്യന്തര മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ 2026 സംഭവ വികാസങ്ങളെല്ലാം മാറ്റിമറിച്ചു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത ഇറാനിയൻ നേതാക്കൾ US ഇസ്രായേൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വാഹിദി IRGCയുടെ തലവനായി ഉയർത്തപ്പെട്ടു. ഇതോടെ ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറി വാഹിദി. അന്താരാഷ്ട്ര ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മേൽ ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ മിസൈൽ സുരക്ഷാ സംവിധാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ഇടപെടലും തീവ്ര നിലപാടുകളോടുള്ള ചായ്വും അമേരിക്കയ്ക്കും ലോകത്തിനും വലിയ വെല്ലുവിളിയാണ്. US താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെയാണ് ഇറാൻ ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. ജൂലൈ 4 മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര പരിപാടികളാണ് ഇറാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദശകങ്ങളോളം ഇറാനെ നയിച്ച ഖമേനിയുടെ വിയോഗത്തിൽ അനുശോചിക്കാനെത്തുന്ന ജനലക്ഷങ്ങൾക്കായി അധികൃതർ വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയത്. വിലാപയാത്രകളുടെ ഭാഗമായി ഇറാൻ സർക്കാർ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ദൈനംദിന ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും എന്നാണ് വിവരം. ജൂലൈ 5, 6, 7 തീയതികൾ ടെഹ്റാനിലും കോമിലും പൊതു ചടങ്ങുകൾ നടക്കും. ജൂലൈ 9 മഷാദ് നഗരത്തിലാണ് ഖബറടക്കം നടക്കുക. ഔദ്യോഗിക ചടങ്ങുകൾക്ക് മുന്നോടിയായി ഖമേനി കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തേക്കില്ല എന്നാണ് നിലവിലെ വിവരം.